നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ 2025 പുതിയ വർഷം മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം 15 നാഴിക വരെ ഉള്ള മേടക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരാളിൻ്റെ കൂറുഫലങ്ങൾ, നാള് ഫലങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നല്ലതും കെട്ടതും പറയുന്നത്. അപ്പം മേടക്കൂറുകാർക്ക് ഈ 2025 മാർച്ച് മാസം വരെ ശനി 11-ലാണ്. മെയ് മാസം വരെ വേഴൻ 2-ലാണ്. അപ്പോൾ ഈ വേഴൻ 2-ലും ശനി 11-ലും സഞ്ചരിക്കുന്ന സമയം ഏറ്റവും നല്ലതാണ്. കാരണം ശനി 11 നിൽക്കുന്ന സമയം ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാൻ യോഗമുള്ളതാണ്. അപ്പം നിങ്ങളുടെ ജോലിയും പണവും ജീവിത നേട്ടങ്ങളും നിലനിർത്താൻ വളരെയധികം ശ്രമിക്കണം. കാരണം ശനി 11 നിൽക്കുന്ന സമയം നമുക്ക് ആരോഗ്യവർദ്ധന, നൃപമാനനം, രാജാവിൻ്റെ പ്രീതി, അധികാരികളുടെ പ്രീതി, ധനസമായാനം, ധാരാളം ധനങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ കിടക്കണ പൈസകൾ, നമ്മുടെ ബിസിനസ്, ഏജൻസി, കോൺട്രാക്ട്, ഇതിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും, സന്താനങ്ങൾക്ക് വിദ്യ, ഉദ്യോഗം, ധനം, അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യസാധ്യമായ നേട്ടങ്ങൾ, അവർക്ക് നല്ലത്, നമുക്ക് നല്ലത്, ഇതൊക്കെ വരും. 2 പറയുന്നതും വിദ്യയും കുടുംബവും ധനവുമാണ്. അപ്പോൾ 2-ല് വേഴൻ സഞ്ചരിക്കുന്ന സമയം സൗമ്യേ വിത്തഗതേ പുരാർജിത നല നാമേവ വൃത്യുൽഭവ പ്രാപ്ത്യാപ്തുർ ഭരണീയരജ്ജന സുഖം പൃഷ്ടേതിയായാൽ ഫലമെന്നാണ്. പൂർവികന്മാരുണ്ടാക്കിയ പൂർവിക സ്വത്ത് വകകൾ നാമം പേരിന് മാത്രം ഉണ്ടെങ്കിലും ഏവവൃത്തി ഉത്ഭവ അഭിവൃദ്ധിപ്പെട്ടു വരും. പ്രാപ്ത്യാപ്തി, നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ പാത്രങ്ങൾ വാങ്ങിക്കണ എന്തൊരു അതിശയമാണ് നിങ്ങൾ വിചാരിക്കുക. പണ്ട് ബാങ്കൊന്നും ഇല്ലാത്ത കാലത്ത് വെങ്കലം, പഞ്ചലോകം, സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കി സൂക്ഷിക്കും. അതെടുത്ത് പണയം വെച്ചാൽ വിറ്റായിരിക്കും നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകണം. ഇന്നും നമുക്കൊരു സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു ചുറ്റി പിടിച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് ബാങ്കിൽ വച്ചിട്ട് മൊത്തം പൈസയും നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി. ഭൂമി കൊടുക്കുന്നതിനേക്കാളും സ്വർണം കൊടുത്താൽ കുറച്ച് എളുപ്പമാണെന്ന് ബാങ്കുകാർ പറയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വസ്തുക്കളും കാര്യപ്രാപ്തി ഉണ്ടാകാനും അതേപോലെ വിദ്യാനേട്ടം, വിദ്യയും കുടുംബവും ധനവും അഭിവൃദ്ധി വരുമെന്നാണ്. അപ്പോൾ പഠിക്കാൻ പോണവർക്കും പഠിപ്പിക്കാൻ പോണവർക്കൊക്കെ നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും കിട്ടും. മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ച കിട്ടും, ധനം കിട്ടും. അങ്ങനെ അവർ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആൾ സ്ഥിരമായിട്ട് വരും. ഇനിയാണ് കുഴപ്പങ്ങൾ നമുക്ക് തുടങ്ങണം. കാരണം മാർച്ച് മാസം കഴിയുമ്പോൾ മേടക്കൂറുകാർക്ക് 7.5 വർഷം 7.2 ശനി എന്ന് പറഞ്ഞൊരു വിന വരാൻ പോവുകയാണ്. അത് കേൾക്കുമ്പം നിങ്ങൾക്ക് വിഷമം വരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ജോലിയും ബന്ധവും കുടുംബവും നിലനിൽപ്പും നമ്മൾ തെറിപ്പിച്ച് കളയാതിരിക്കണം. ഉള്ളത് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ വിജയിക്കാനും നേട്ടം കൈവരിക്കാനും പരിശ്രമിക്കുന്നേ തെറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ മെച്ചവും നേട്ടവും കിട്ടുന്ന സമയം അല്ല 7.2 തുടങ്ങുമ്പോൾ. 2025 മാർച്ച് മാസത്തിലാണ് 7.2 തുടങ്ങുന്നത്. കൂടാതെ നമുക്ക് മെയ് മാസം 14-ാം തീയതി കഴിയുമ്പോൾ വേഴൻ, നമുക്ക് 2 നിൽക്കുന്ന വേഴൻ 3-ലോട്ട് വരും. അപ്പോഴും മറ്റൊരു ഗ്രഹപ്പിഴയാണ്. അത് 2 ഗ്രഹങ്ങളും നമുക്ക് പിഴച്ചു നിൽക്കുന്ന സമയം ഗ്രഹപ്പിഴയെന്ന് പറയും. അപ്പോൾ 7.2 ശനി എന്ന് പറയുന്നത് നമ്മളെ പുരാണം അനുസരിച്ച് രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ്.
അപ്പോൾ നിങ്ങൾ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഇനി അടുത്തെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? വനത്തിലോട്ട്. അപ്പോൾ ഏഴരാണ്ട ശനി വന്നാൽ നാനാരോഗം ഒന്ന് മാറി ഇതുവരെയും ഒരു അസുഖം ഇല്ലാത്തവരും ഒരു ഗുളിക പോലും കഴിക്കാത്തവരും രോഗിയാണെന്ന് പറഞ്ഞ് പല അസുഖങ്ങളും കണ്ടുപിടിച്ച് ചികിത്സ നടത്തുന്ന സമയമാണ്. അസുഖം ഇല്ലെങ്കിലും അസുഖമാണെന്ന് അങ്ങ് വിചാരിക്കും. കാരണം അസുഖം ഇല്ല എന്ന് ആശുപത്രിക്കാർ പറഞ്ഞാൽ അതല്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, തളർച്ചയാണ്, അസ്വസ്ഥതയാണ്. ചിലപ്പോൾ ആഹാരം കഴിക്കാത്തത് കൊണ്ടോ അമിതമായ ജോലി ചെയ്യുന്നത് കൊണ്ടോ ജോലിഭാരം കൊണ്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് ടെൻഷനും ക്ഷീണമൊക്കെ തോന്നുന്നത്. എന്തൊരോ മാരക രോഗമാണെന്ന് തോന്നി ഭയക്കുന്നു പോകും. അപ്പോൾ ആശുപത്രിയിൽ പോയാൽ എന്ത് ചെയ്യും? ഒരു ട്രിപ്പ് കൊടുക്കും, ചികിത്സ ചെയ്യും, ടെസ്റ്റുകൾ ചെയ്യും. ചിലപ്പം ചെറിയ അസുഖങ്ങൾക്ക് വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ വേണമെന്നൊക്കെ പറയും. അത് നിങ്ങൾ തന്നെയാണ് രോഗിയാകുന്നത്, ആശുപത്രിക്കാർ രോഗിയാക്കുന്നതല്ല. അങ്ങനെ നാനാരോഗം ഒന്ന് മാറി പല അസുഖങ്ങൾ ഉണ്ടാവും. സുഖത്തിനും സാമ്പത്തികം എത്ര കോടീശ്വരനാണെങ്കിലും നമ്മൾ പല നല്ല കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കും. പക്ഷെ പിന്നെ നമുക്ക് ലോണുകൾ അടയ്ക്കാൻ പറ്റാതെ വരികയും നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് കൈ കിട്ടൂല. ഒരു ബാങ്ക് ലോണ് തന്നെ അനുവദിച്ചാലും ചിലപ്പം കിട്ടാൻ പ്രയാസവും തടസ്സവും ഒക്കെ വരും. ഒരു ജോലിയിൽ നിന്ന് തന്നെ സാലറിയും പ്രൊമോഷനൊക്കെ കിട്ടാൻ തടസ്സം വരും. അപ്പോഴാണ് അവൻ്റെ ജോലി വേണ്ടാന്ന് തോന്നി നമുക്ക് വിട്ടുപോകാൻ തോന്നുന്നതും ഉള്ള ജോലിയും പൈസയും പോകുന്നതും വേറൊന്നും കിട്ടാതെ പോവുകയും നമ്മളാകെ വിഷമിച്ച് പോകുന്നതും. സ്ഥാനമാനങ്ങളൊക്കെ പോകും. നമ്മൾ രാഷ്ട്രീയം, സംഘം, സമുദായത്തിലൊക്കെ നിൽക്കുന്ന ഒരാൾ, ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾ, നല്ല ഇമേജുള്ള ഒരാൾ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഞാനാണ് എല്ലാമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവർ ചവിട്ടി പുറത്താക്കും. നമുക്ക് ജോലിയും പോയി, അധികാരവും പോയി, പ്രതാപവും പോയി, കൂടാതെ നമ്മളും കൂടെ ഒരു രാജിക്കത്ത് എഴുതി അവിടെ വച്ചിച്ചിന് പോരുമ്പോൾ ജോലിയും പോകും. ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളൊന്നും പാടില്ല. എടുത്തുചാടി ആ കഴുത്തുടി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ ജോലി നശിപ്പിച്ചത്, ജീവിതം നശിപ്പിച്ചത്, ഞങ്ങളാരും അല്ലല്ലെന്ന് ബന്ധുക്കൾ തന്നെ പറയും. സ്ഥാനമാനങ്ങൾ പോവും. നമുക്ക് കിട്ടേണ്ടുന്ന അധികാരങ്ങൾ, സ്ഥാനമാനം, അംഗീകാരങ്ങൾ. നിങ്ങളൊരു സ്ഥാപനം നടത്തണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ലൈസൻസ് കട്ടായി പോകും, അല്ലെങ്കിൽ പുതുക്കി കിട്ടാൻ പാടായിട്ട് വരും. ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ അതിൻ്റെ പൈസകൾ കിട്ടാൻ തടസ്സം വരും. ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റണില്ല, വച്ച് മതിയാക്കാനും പറ്റണില്ല എന്ന് തോന്നില്ല. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടേണ്ടുന്ന അധികാരങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ സ്ത്രീകളെ കൊണ്ടാണ് ഏറ്റവും വലിയ വിഷമം. കാരണം രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് ഏഴരാണ്ട ശനി. അപ്പോൾ നിങ്ങൾ രാജാവായിരുന്നാലും നിങ്ങൾക്ക് രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ പോകുന്നതും നമ്മളെ ഇരിക്കുന്ന അധികാരവും ഭരണവും നമ്മളെ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ച് അമ്മ, കുഞ്ഞമ്മ, അമ്മാവി, അമ്മ വർഗത്തിൽ പെടുന്നവരാണ് കൂടുതലും ശത്രുവായിട്ട് വരുന്നത്. അമ്മ എങ്ങനെ ശത്രുവാകും ചോദിച്ചതെന്ന് ചോദിച്ചാൽ, രാമലക്ഷ്മണന്മാർക്ക് എങ്ങനെയാണ് രാജ്യവും ഭരണവും അധികാരവും നഷ്ടപ്പെട്ടത്? അച്ഛൻ സ്വത്തും വകയും അധികാരവും കിരീടവും ചെങ്കോലും കൊടുത്ത് രാജാവാക്കി. അതുകൊണ്ട് അച്ഛൻ്റെ സഹായം കിട്ടും. സഹോദരൻ ഭരതനും അതേപോലെ നമുക്ക് ലക്ഷ്മണനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. ഭരതൻ രാജ്യം നോക്കിക്കോ, ലക്ഷ്മണൻ കൂടെ വരട്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സഹോദരങ്ങളും സഹായിച്ചു. പിന്നെ ആരാണ് ശത്രുവായത്? അമ്മയും വേലക്കാരിയൊക്കെയാണ് ശത്രുവായത്. അതേപോലെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും അമ്മാവിമാരും ഒക്കെ മക്കളെ, മോളെ, മോനെ എന്നൊക്കെ വിളിച്ചിട്ട് പറയും, എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസയും ഞാൻ, വസ്തുവും ഞാൻ എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കുന്നതും തന്നിട്ടുള്ളതും തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയും നമുക്കൊരു അത്യാവശ്യത്തിനൊരു വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ ബിസിനസ്സിനോ വിദേശയാത്രയ്ക്കോ ഇച്ചിരി വസ്തു വകയൊക്കെ വിറ്റെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ ഒരു പൈസയും തരൂലെന്ന് അവർ നമ്മളോട് മത്സരിച്ച് വാശിയോടുകൂടി സംസാരിക്കാനോ അതൊരു വഴക്ക് കലാശിച്ച് വീട്ടിൽ അടിയും വഴക്കും മാത്രമല്ല നമുക്ക് കലവിച്ച് പോകണമെന്ന് തോന്നും. 3-ൽ വേഴം വരുമ്പം മരിക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുടുംബ സ്വത്തുക്കളും ഭാര്യയുടെ സ്വത്തുക്കളും ഭർത്താവിൻ്റെ സ്വത്തുക്കളൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കേണ്ട. നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് കാര്യവും ചെയ്തോ. മറ്റുള്ളവർ നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബാങ്കുകാർ ജപ്തി വരുന്ന സമയമാണ്. കൂട്ടുകാർ, പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ തോന്നുന്ന അവസ്ഥയാണ്.
വേഴം 3 നിൽക്കുമ്പോഴും അരിഭവനെ സഹദേവ മൃഗതാം പത്യോ സ്ഥിരേ കലഹ എന്നാണ്. 3-ലും 6-ലും വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന സമയം ആ കലഹം ബാധിച്ചു പോകുന്നതാണ്. അപ്പോൾ കലഹം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ അടി വെട്ട് കുതു കൊലപാതകം എല്ലാം കലഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ട് കേസുകളും വഴക്കുകളും ജയിൽവാസങ്ങൾ വരെ ഉണ്ടാകുന്നത്. നേരത്തെ അടി അക്രമമൊക്കെയാണ് കലഹത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള രീതികൾ. ഇന്ന് കേസിനൊക്കെ പോകാറുള്ളത്, കൊണ്ടുവന്ന് കേസ് കൊടുക്കും, സ്റ്റേ ചെയ്യും, കാര്യങ്ങൾ മുരടിപ്പിക്കുക, ജോലിയും അധികാരവും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ പുലിയാണെങ്കിലും പൂച്ചയെ പോലെ മയത്തിൽ എല്ലാവരോടും സ്നേഹിച്ച് അഭിനയിച്ച് സന്തോഷിച്ച് ജീവിച്ചില്ലെങ്കിൽ കുടുംബങ്ങളും ബന്ധങ്ങളും സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോണ സമയം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് കേൾക്കേണ്ടിയിരുന്നെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കേൾക്കാൻ നിങ്ങൾക്കൊന്നും സമ്പാദിച്ചില്ലെങ്കിലും കയ്യിലുള്ള ഭൂമി വസ്തുക്കളും സ്നേഹവും കുടുംബവും ബന്ധങ്ങളും നിലനിർത്തി പോരാൻ പറ്റും. ഇത് കേൾക്കാതെ എടുത്ത് ചാടിയാൽ കുഴപ്പമാണ്. 3-ൽ വേഴം നിൽക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും കാരണം വലിയ ഗുണം കിട്ടണില്ലെന്ന് തോന്നിപ്പോകും. ഇപ്പോൾ 1 വർഷത്തേക്കാണ് വേഴഗ്രഹം 3 നിൽക്കുന്നത്. ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കര ഷഷ്ടം ഭൃഗുപുത്ര സമാശ്രിതേ തൃതീയം ദേവമന്ത്രീജ രാഹു കേതു ശനീശ്വരാः ജന്മസ്ഥേ പ്രാണസന്ദേഹം കുർവന്തേ തേന സംശയ. അപ്പോൾ ജന്മത്തിൽ നമുക്ക് രാഹുകേതു ശനിയൊക്കെ വരുമ്പോഴും അതേപോലെ തൃതീയം ദേവമന്ത്രിജ 3-ൽ നമുക്ക് വേഴം വരുന്ന കാലം പ്രാണസന്ദേഹം, നമുക്ക് മരിക്കുമോ എന്ന് തോന്നുന്ന ചെറിയ അസുഖങ്ങൾ വന്നാലും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് മരുന്നും മന്ത്രവും വേണം. വേഴാണ്ട ശനിക്ക് ശാസ്താവിനെ ഭജിക്കണം, ശിവനെ ഭജിക്കണം, കാലഭൈരവ സ്വാമിയെ ഭജിക്കണം. അപ്പം ശനിയുടെ ദോഷത്തിന് ശമനം കിട്ടും. വേഴം 3 നിൽക്കുന്നതിന് വിഷ്ണുവിനെ ഭജിക്കണം. ശ്രീരാമാദി അവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ. അപ്പോൾ ശ്രീരാമൻ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദന ഇങ്ങനെയുള്ള 10 അവതാര മൂർത്തികളെയും ഭജിക്കണം. അപ്പോൾ നമ്മളെയൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ പല ദശാവതാര മൂർത്തികളുണ്ട്. ഒന്നിച്ച് പൂജിക്കുന്ന സ്ഥലമുണ്ട്, പ്രത്യേകിച്ച് പൂജിക്കുന്ന സ്ഥലമുണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ തപ്പിപ്പിടിച്ച് പോയാൽ കൊള്ളാം. നമുക്ക് തമിഴ്നാട്ടിൽ മിക്ക അമ്പലങ്ങളിലുമൊക്കെ ഈ ദശാവതാര മൂർത്തികളുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ വേഴം പ്രസാദിക്കാൻ നവതിരുപ്പതികളെ ദർശനം നടത്തിയാൽ കൊള്ളാം. നവതിരുപ്പതി എന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലി മുതൽ തൃച്ചെന്തൂർ വരെയുള്ള താമ്രഭരണി ആറിൻ്റെ 2 സൈഡിലായിട്ട് 9 മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. അതാണ് തിരുപ്പതി, നവതിരുപ്പതികൾ. ഓരോ സ്ഥലത്തും ഓരോ ഗ്രഹങ്ങളാണ് പാദസേവ ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിക്കണ്ട് പോയാൽ കൊള്ളാം. പിന്നെ കാലഭൈരവനെ മുറുകെ പിടിച്ചോളണം. ഞങ്ങളുടെ അമ്പലമാണ് കാലഭൈരവ ക്ഷേത്രം, പോത്തൻകോട് നന്നാട്ടാവിലാണ്. നമ്മൾ നെറ്റിലടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ എല്ലാ അമാവാസി തോറും കർത്തഭാവ തോറും മുത്തഞ്ചി ഹോമം, യമരാജ പൂജയും കാലഭൈരവ പൂജ, അഭിഷേകവും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കുമെങ്കിൽ വന്ന് ഒന്ന് തൊഴുമ്പോൾ ദോഷങ്ങളും മാറും. കാലഭൈരവ സ്വാമി വളരെ മൃത്യു ശത്രു ദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്നതും സത്വ രജോ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ചൈതന്യങ്ങളിലുള്ള പ്രതിഷ്ഠ വിധാനവും ഒക്കെയാണ്. അവിടെയും വന്ന് തൊഴുവണം. പിന്നെ രാഹു ഇപ്പം നമുക്ക് മേടക്കൂറുകാർക്ക് 12 സഞ്ചരിക്കുന്നതാണ്. രാഹു അടുത്ത മെയ് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് 12 വിവിധ സ്ഥാനത്ത് നിന്ന് 11 വരും. രാഹു 11 നിൽക്കുന്ന സമയത്ത് നല്ലതാണ്. രോഗങ്ങൾ ഒരുപാട് മാറി കിട്ടും. പാമ്പെഴിയും കണക്കെഴിയുന്ന ആൾക്കാർ കുതിരയെപ്പോലെ ചാടി ഓടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് രാഹു 11 നിൽക്കുമ്പോൾ. പക്ഷെ എങ്കിലും 7 ശനിയൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടി ഓട്ടിക്കുന്നത് പൈസ ഇടപാടുകൾ, അപകടം പതിയിരിക്കുന്ന ആറ്റിലും തോട്ടിലും കടലിലൊന്നും നീന്താനും കുളിക്കാനും പോകണ്ട. വളരെ സൂക്ഷിച്ച് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും. വഴി വരുന്ന വർഷം മാർച്ച് മാസം വരെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഗ്രഹപ്പിഴ പിടിച്ച കാലങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും നല്ലത് വരുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിഹാരങ്ങളും പൂജകളും എന്ത് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം.
ഭക്തിയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം. പൈസ ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കണം. കുടുംബദേവന്മാരെ ഭജിക്കണം. അപ്പോൾ ദോഷങ്ങൾ മാറും. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. ജാതകത്തിൽ നല്ല സമയവും ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ദോഷം കുറച്ച് മാറി നല്ല ഗുണങ്ങൾ കിട്ടും. അതേസമയം ജാതകത്തിലും രാഹുദശയോ ശനിദശയോ അതേപോലെ സൂര്യദശയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിനയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാനെ ഭജിക്കും ശ്രദ്ധയും ഭക്തിയും സ്നേഹവും ബഹുമാനത്തോടു കൂടിയുള്ള ജീവിത ശൈലികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, നക്ഷത്രം, പേര് എല്ലാം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.